ഒരുപാട് സന്തോഷം. ഈ സിനിമ ഞങ്ങൾ ഒരു 2020 ഈ സിനിമയെ പറ്റിയിട്ട് നമ്മൾ ചർച്ച തുടങ്ങുന്നത് തന്നെ. ആ സമയത്ത് എനിക്ക് ജിനിച്ചേട്ടനും ഡാർവിൻ ബ്രോയും കൂടിയിട്ടാണ് അന്ന് വന്ന് പറഞ്ഞത്. അന്ന് എനിക്കത് തന്നിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റിയിൽ ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യില്ലെന്ന്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമയായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് കണ്ട സമയത്തും എനിക്ക് ആ 100% അതിനുള്ള നീതി പുലർത്തി എന്നുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അധ്വാനത്തിൻ്റെയോ ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയോ മാത്രം ഫലമല്ല. ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് ഇപ്പോൾ ഇവിടെയുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ ആശിസൂറിനായിട്ടും ഉണ്ണി സാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സാജി സാർ എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളൊക്കെ സമയം ചെലവഴിക്കുകയും അപ്പോൾ അതിലൊരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു. ഒരു ഇൻഡസ്ട്രിയുടെ അധികാരിമാരുടെയൊക്കെ ഒരു അനുഗ്രഹ ആശംസകളോടെയാണ് ഞങ്ങളുടെ ഈ സിനിമ നടന്നു പോയത്. ഇപ്പോൾ ഈ സക്സസിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നു. നമസ്കാരം. കറക്റ്റ്. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഇത് തൻ്റെ സിനിമയാണ് എന്നുള്ള ഒരു സ്നേഹത്തോടും അതേ ആത്മാർത്ഥതയോടും തന്നെയാണ് എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. കാര്യം ഈ സിനിമ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ല പണിയുള്ള സിനിമയായിരുന്നു. ഈ കാലഘട്ടം ഫീൽ ചെയ്യുക എന്നുള്ളതും ഈ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെയും ഇമോഷൻസും ഇതിനകത്ത് 2 കഥകൾ പറയുമ്പോൾ 2ന്റെയും അതിൻ്റെ പൂർണ്ണതയിൽ അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതും അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറൊക്കെ ഉള്ള അങ്ങനെ ഒരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്നുള്ള കാരണം കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കിയും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി ഇവിടെ വെച്ച് പറയുകയാണ്. ഈ സിനിമയുടെ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം ആഗ്രഹിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അഭിനയിച്ച സിനിമയിലെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം. കാരണം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മോശമായി എന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്കുണ്ടായില്ല. പിന്നെ എൻ്റെ മകൻ്റെ അച്ഛനായിട്ട് തന്നെ ഈ സിനിമയിലെ വിജയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട്. അതിലേക്ക് അവസരം തന്ന ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരുടെ എഴുത്തുകാർക്കൊക്കെ എൻ്റെ നന്ദി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു സർ. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. വേറെ ആരും ചെയ്യിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ജിനുവിനോടും ചോദിച്ചു, എന്താണ് ജിനു ഈ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തോന്നിയത് ചോദിച്ചപ്പോൾ ജിനു പറഞ്ഞു, ചേട്ടാ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു കൊലപാതകമൊന്നും ചേട്ടൻ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ചേട്ടനെ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രം ചേട്ടനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഡാർവിൻ എന്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചത്. ഒരു നിലയ്ക്ക് ഇടവും വലം വിടാതെ വളരെ മനോഹരമായിട്ട്. അതിന് കൂടെ നിന്ന ഗൗതം ക്യാമറാമാൻ, അതുപോലെ മറ്റു ക്രൂസ്, പിന്നെ ഹീറോ, അത് പറയേണ്ട കാര്യമല്ല. എല്ലാവരും കട്ടക്കിന്ന് വളരെ സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്തൊരു മൂവിയാണ്. സത്യത്തിൽ ഞാൻ വളരെ അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ കുറെ കാലങ്ങളായി ഒരു മൊമെന്റോ വാങ്ങിച്ചിട്ട്, കുറെ മൊമെന്റോ വീട്ടിലിരിപ്പുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ടോവിനോയുടെ ഫാദർ പറഞ്ഞ പോലെ അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിലും അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതുപോലൊരു ആഗ്രഹം എനിക്കുണ്ട്. എൻ്റെ മോൻ്റെ ഇന്നൊരു മൊമെന്റ് വാങ്ങണമെന്ന്. പക്ഷേ ഒരുമിച്ച് 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും. ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, നമുക്ക് 2-3 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ വെച്ച് 2-3 ദിവസം കൊണ്ട് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ്തുള്ള ഒരു ക്യാരക്ടറായിരുന്നത്. 2 കാലഘട്ടം കാണിക്കുന്ന പടം ഗംഭീര പടമാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയിന്ന് കണ്ടത്. എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു, അസല് പടം,
അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ പടങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം പങ്കെടുത്തു. അതൊരു അത്ഭുതമാണുള്ളത്, പറഞ്ഞു പറയിപ്പിച്ച പോലെയായിപ്പോയി. എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി.